ഹലോ വെൽക്കം ബാക്ക് ഐഷാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈദ് വ്ളോഗ് ഷെയർ അതിന് മുമ്പ് എടുത്തിട്ടുള്ള കുറച്ച് വിശേഷങ്ങൾ ഷെയർ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ മക്കളുടെ, അതായത് റീനുവിൻ്റെയും റോസുവിൻ്റെയും ഫസ്റ്റ് ഡേ ടു സ്കൂളാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അത് പെരുന്നാളിൻ്റെ തൊട്ട് മുമ്പത്തെ ദിവസമായിരുന്നു കേട്ടോ. അതിനുശേഷം പിന്നെ സ്കൂൾ അവധിയായിരുന്നു. അപ്പോൾ അവർ 1-2 ദിവസം സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഈദ് വെക്കേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ നാട്ടിൽ കുറച്ചധികം നേരം നമ്മൾ സ്കൂളിൽ കുട്ടികളിരിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് കൊടുക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷനിലായിരുന്നു. പിന്നെ എല്ലാവരും പറഞ്ഞു ചോറാണ് കൊടുക്കുക മിക്കതും എന്നൊക്കെ പറഞ്ഞു. എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. ചോറായിരുന്നു ഞാനൊക്കെ ആ ഒരു സമയത്തൊക്കെ സ്കൂളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. യു എയിലായ സമയത്ത് അങ്ങനെ അല്ലായിരുന്നല്ലോ. യു എയിൽ നിന്ന് ഒന്നെങ്കിൽ സ്നാക്കായിട്ട് എന്തെങ്കിലുമൊക്കെ കൊടുക്കും, അല്ലെങ്കിൽ പിന്നെ ഫ്രൈഡ് റൈസ് അങ്ങനെയൊക്കെയാണ്. ചോറ് അവർ കൊണ്ടുപോകാറുണ്ടായിരുന്നില്ല. കയ്യിൽ പിടിച്ച് കഴിക്കുന്ന സാൻഡ്വിച്ച് പോലത്തെയൊക്കെയാണ് കൊണ്ടുപോകാറ്. റോസുവിന് കുടയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് കുട യൂസ് ചെയ്യാനൊന്നും അധികം അറിയില്ല. അത് ഓപ്പൺ ചെയ്യാനൊക്കെ മര്യാദക്ക് അറിയില്ല. അപ്പോൾ അതൊക്കെ അങ്ങനെ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. പിന്നെ കുറേ അലക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ആ ഒരു പണിയിൻ്റെ അകത്ത് കിച്ചണിൽ തന്നെ എല്ലാം കൂടി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് എല്ലാം കൂടി തീർന്നു. പിന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗ് രാവിലെ എല്ലാത്തിനും കൂടി നേരം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ഒക്കെ ഒന്ന് സെറ്റാക്കി വെക്കുകയാണ്. എനിക്ക് ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത് ഭയങ്കര എളുപ്പമാണ്, പക്ഷേ ചോറും കറികളൊക്കെ ഉണ്ടാക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഞാനിങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലത്തോട് കൂടിയിട്ട് പണിയൊക്കെ തീരും കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ റെഡിയാവും. പിന്നെ ഡിന്നറിന് എന്തെങ്കിലും ലൈറ്റായിട്ട് ഉണ്ടാക്കിയാൽ മതിയാവും. ഉച്ചത്തെ പണി ഭയങ്കരമായിട്ട് തീരുന്നുണ്ട് രാവിലെ ഇതെല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെണ്ടയ്ക്ക ഉപ്പേരി ഉണ്ടാക്കണം, തക്കാളിക്കറി ഉണ്ടാക്കണം, പിന്നെ ചോറ്, ഇതൊക്കെയാണ്. അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ കിച്ചണൊക്കെ ഒന്ന് സെറ്റാക്കി ക്ലോസ് ചെയ്തു. ഇനി മക്കളുടെ സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുക്കുകയാണ്. റീനുവിൻ്റെ സ്വന്തമായിട്ട് ചെയ്യും. റോസും അങ്ങനെയല്ല. റോസും ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കും അതെവിടെ ഇതെവിടെയെന്നൊക്കെ. പിന്നെ റീനുവിൻ്റെ റോസിൻ്റെ സ്കൂൾ റീ ഓപ്പൺ ആയതിൻ്റെ ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് റൂഹിൻ്റെ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. റൂഹിൻ്റെ ബാഗിനുള്ളിൽ എന്താണ്? വാട്ട് ഈസ് ഇൻ റൂഹീസ് ബാഗ്? സ്പൈഡർമാൻ. രണ്ട് സ്പൈഡർമാൻ എന്തെങ്കിലും ഉണ്ടാവും. ഓപ്പൺ ചെയ്ത് നോക്കട്ടെ എന്തൊക്കെയാണെന്നുള്ളത്. റൂഹിൻ്റെ ബാഗിനുള്ളിൽ എന്തൊക്കെയാണ് നോക്കട്ടെ. എടുക്ക് പുറത്തേക്ക് എടുക്ക്. അതെന്തിനുള്ളതാണ്? രണ്ട് സ്പൈഡർമാൻ, ഒരു പെപ്പ പിഗ്. ഓക്കെ, എന്തിനാണിത്? ഇതെന്തിനാണ്? പെപ്പ പിഗ് എന്തിനാ? റൂയി അതിലെന്താ വെക്കുക? അതിനുള്ളിൽ എന്താ വെക്കുക പറ. ഏതിനുള്ളില് നോക്കട്ടെ. ഏതിനുള്ളിലാണ് പിസ്ത വെക്കുന്നത്? അല്ല കുട്ടി, നമ്മ കാണട്ടെ. ഈ പിസ്തൻ്റെ ആളാണ് കുട്ടിയാണ്. ഒന്നുകൂടെ കാണിക്കട്ടെ അമ്മക്ക്. ആ പെപ്പ പോയിട്ട് ഒന്ന് കാണിച്ചതാണ് പ്ലീസ്. You don't give me? റൂയിക്ക് അംബ്രല്ല വേണ്ടല്ലോ. റൂയി ഇവിടെ കിടന്നോ. ശല്യപ്പെടുത്തണ്ട, റീനെ ശല്യപ്പെടുത്തണ്ട. പോ, ഇവിടെ കിടന്നോ. ഇങ്ങോട്ട് പോരും റൂയി മോള്. നാളെ സ്കൂളിൽ പോകാനാണ്. പോയി കിടക്കും റോസ്, പോയി കിടക്കും. നാളെ സ്കൂളിലാണ്, കളിക്കണ്ട. എല്ലാം റെഡിയാക്കിയില്ലേ? എല്ലാം റെഡിയാക്കിയോ? ഓക്കെ, എന്നാ ഉറങ്ങി. റോസ് പുതിയ ബാഗൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എവിടെ വെച്ചത്? അവൾ പെട്ടിനുള്ളിൽ ഭദ്രമായിട്ട് കൻ്റെ ബ്രദറിൻ്റെ വീട്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. അവിടുന്ന് അത് മാത്രം എടുത്തില്ല. റോസിൻ്റെ ടിഫിൻ ബോക്സ് ഉണ്ട്. അതൊന്നും വീഡിയോയിൽ ആരും കേൾക്കണ്ട. ഉമ്മ എല്ലതും റോസിൻ്റെ സാധനങ്ങളൊക്കെ ഉമ്മ എടുത്തുകൊണ്ടിരിക്കുക. എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ കൊണ്ടുവന്നു. റോസിൻ്റെ പുതിയ ബാഗ് ആണ്. നിൻ്റെ സാധനങ്ങൾ നീ എടുക്കുക, ഞാൻ എല്ലാം എടുക്കല്ലോ കേട്ടോ. അപ്പോൾ റോസ് ഇപ്പം ഫസ്റ്റ് ഡേ ടു സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചൊരു ബാഗ് ഉണ്ടായിരുന്നു. ആ ബാഗ് കൊണ്ടുപോകാൻ പറ്റില്ല. അത് കാക്കൻ്റെ വീട്ടിലാണ്. നാളെ വാങ്ങിക്കാൻ ഇൻഷാല്ലാ. അപ്പം ഇന്ന് പഴയ ബാഗായിട്ടാണ് പോകുന്നത്. ഉപയോഗിച്ചിട്ടില്ല, എന്നാലും
സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ള ബാഗ് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അതാണ് മറ്റന്നാളെ ക്ലാസ് ഉണ്ടായിട്ട് വേണ്ടേ. ഓക്കെ, ഇനിയിപ്പോൾ നാളെ മര്യാദക്ക് സ്കൂളിൽ പോകണമെങ്കിൽ എല്ലാം സെറ്റാക്കി വെക്കിട്ടാ. അങ്ങനെ പിന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആട്ടോ. മോർണിംഗ് സുബഹി നിസ്കാരത്തിന് ശേഷം പിന്നെ ഒന്ന് കിടക്കാനുള്ള സമയമൊന്നുമില്ല, അല്ലെങ്കിലോ കിടക്കാറില്ല. പക്ഷെ നമുക്കിങ്ങനെ കുറേ പണിയുണ്ടെന്ന് ഒരു തോട്ട് ഉണ്ടാകുമ്പോൾ ഒന്നും ചെയ്യാൻ തോന്നില്ല അല്ലേ. പണിയൊന്നുമില്ല, മക്കൾക്ക് സ്കൂളില്ല എന്നൊക്കെ അറിയുമ്പോൾ നല്ല രസമാണ്. പിന്നെ ഉറക്കം വന്നില്ലെങ്കിലും വെറുതെ ഇരിക്കാനും രസമാണ്. പക്ഷെ ഇതിപ്പം കുറേ പണിയുണ്ടല്ലോ എന്ന്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, ലഞ്ച് ഉണ്ടാക്കണം, മക്കളെ പറഞ്ഞയക്കണം, എല്ലാം കൂടി ആയിട്ട് എന്തോ ഒരു ഇത്. ഫസ്റ്റ് ഡേത്തെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ അവിടെ നിന്നാണ്ട് ശരിയായി. ഇപ്പം ഭയങ്കര കൂളായിട്ടെല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ. അൽഹംദുലില്ലാഹ് ഇപ്പോൾ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. രാവിലെ ഇതൊക്കെ ചെയ്യാൻ ഇച്ചിരി മടി ഉണ്ടാവും, പക്ഷേ ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ ഒരു 8 മണി 9 മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മളെ ഊണൊക്കെ റെഡിയായി, എല്ലാം റെഡിയായി എന്ന് പറയുമ്പോൾ രസമല്ലേ. പിന്നെ മീൻ എന്തെങ്കിലും ഫ്രഷ് ആയിട്ട് കിട്ടുവാണെങ്കിൽ അപ്പം ഉണ്ടാക്കാം, അല്ലെങ്കിൽ മീൻ തലേന്നൊക്കെ നമ്മൾ സെറ്റാക്കി വെക്കുകയാണെങ്കിൽ പിന്നെ അതും നോക്കണ്ട, നല്ല സിമ്പിളാണല്ലേ. അപ്പോൾ മക്കൾക്ക് ഏതായാലും ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ അവർക്ക് സാൻഡ്വിച്ച് മതി എന്ന് പറഞ്ഞു. ഓംലെറ്റും ബ്രെഡും കൂടിയുള്ള സാൻഡ്വിച്ച് മതി എന്ന് പറഞ്ഞു ബ്രേക്ക്ഫാസ്റ്റിന്. ഇക്കാക്ക് പിന്നെ ഗീ റോസ്റ്റും ചട്നി എന്തെങ്കിലും ഉണ്ടാക്കണം. അപ്പം ഗീ റോസ്റ്റ് ഉണ്ടാക്കിയിട്ടും അവർക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം തക്കാളിക്കറി ഉണ്ടാക്കി കഴിഞ്ഞു. പൊതുവേ നമ്മൾ സ്കൂളിലേക്കൊക്കെ തക്കാളിക്കറി കൊടുത്തയക്കുമ്പോൾ നല്ല രസമല്ലേ അത്, ആ ഒരു സമയത്ത് തുറന്ന് കഴിക്കാനൊക്കെ അല്ലേ. പണ്ട് എൻ്റെ സ്കൂൾ മെമ്മറീസിൽ പെട്ട ഒരു സംഭവമാണ് ചോറ്, തക്കാളിക്കറി, വെണ്ടക്ക ഉപ്പേരി, വെണ്ടക്ക ഫ്രൈ, അച്ചാർ, അതൊക്കെ. ആ ഒരു കോമ്പിനേഷൻ ഭയങ്കര രസമുള്ളൊരു കോമ്പിനേഷനാണ്. അതിൻ്റെ കൂടെ ഓംലെറ്റും കൂടി ഉണ്ടാകുമ്പോൾ പിന്നെ പറയും വേണ്ട അല്ലേ. അപ്പോൾ മീൻ ഇറച്ചി ഒന്നും ആവശ്യമില്ല, നല്ല രസമാണ് അത് കഴിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു കോമ്പിനേഷൻ. പിന്നെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന വേറൊരു സാധനമാണ് ഈ പൊട്ടേറ്റോ ചെറുതായിട്ട് മസാല ഒക്കെ തേച്ചിട്ട് ഫ്രൈ ആക്കുന്നത്. അതും ചോറും തക്കാളിക്കറിയും, അത് നല്ലൊരു കോമ്പിനേഷനാണ് അല്ലേ. അങ്ങനെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ താഴെ കമൻസിൽ പറയൂ കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ ചോറ്റുപാത്രം വ്ളോഗ്, അങ്ങനെ ഒരു വ്ളോഗ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതിലുണ്ടായിരുന്നു ഈ ഒരു കോമ്പിനേഷൻ. അപ്പോൾ മക്കൾക്ക് ഓംലെറ്റും ബ്രെഡും മതി എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് ഒരൊറ്റ വലിയ ഫ്രൈങ് പാനിൽ ഒരൊറ്റ ഓംലെറ്റ് ഉണ്ടാക്കുവാണ്. അങ്ങനെ ആകുമ്പോൾ പിന്നെ പെട്ടെന്ന് പണി തീരുമല്ലോ. പിന്നെ ചെറിയ ഫ്രൈങ് പാനിൽ ഓരോ കുഞ്ഞു കുഞ്ഞു ഓംലെറ്റ് ഉണ്ടാക്കുകയാണ് സ്കൂളിലേക്ക് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി ചോറ്റുപാത്രം സെറ്റാക്കണം. എന്താ പറയുക, എനിക്ക് ശരിക്കും ഇതിങ്ങനെ വോയിസ് ഓവർ എടുക്കുമ്പോൾ എനിക്ക് എൻ്റെ സ്കൂൾ മെമ്മറീസാണ് വന്നത്. എനിക്ക് ഇങ്ങനെ എപ്പോഴും ഉണ്ടാവാറില്ല, പക്ഷേ വല്ലപ്പോഴും ഇങ്ങനെ ഉണ്ടാകുമ്പോൾ എനിക്ക് ചിക്കനും ഫിഷൊക്കെ ഞങ്ങൾ കൊണ്ടുപോകാറുണ്ട്. അതൊക്കെ ഫിഷൊക്കെ ചെമ്മീനും ചിക്കനൊക്കെ കൊണ്ടുപോകാറുണ്ട് സ്കൂളിലേക്ക്. പക്ഷേ അതിനേക്കാളും ടേസ്റ്റാണ് ഇങ്ങനെ ഈ ഒരു കോമ്പിനേഷൻ, തക്കാളിക്കറി, ഓംലെറ്റ്, വെണ്ടക്ക ഫ്രൈ, ആ ഒരു കോമ്പിനേഷൻ, അല്ലെങ്കിൽ പൊട്ടാറ്റോ ഫ്രൈ. ഇത് റീനുവിൻ്റെ റോസുവിൻ്റെയും ഫസ്റ്റ് ഡേ ടു സ്കൂളാട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു റൂഹി മോളെ ഫസ്റ്റ് ഡേ ടു സ്കൂൾ ഫോട്ടോ. അവളിപ്പം 2ാമത്തെ ദിവസമാണ് ഇന്ന്. അതിൻ്റെ വ്ളോഗ് ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ, കാരണം കുറച്ച് പെൻഡിങ് വീഡിയോസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇടുന്നത് തന്നെ. അപ്പോൾ റൂയിമോൾക്ക് ഇതൊന്നും അല്ല കേട്ടോ. അപ്പോൾ റൂയിമോളുടെ സ്കൂളിലേക്ക് ഇപ്പം എന്താ പറയുക, മക്കൾക്ക് വേറെ ഉണ്ടാക്കണം, പിന്നെ റൂയിമോൾക്ക് സ്പെഷ്യലായിട്ട് വേറെ ഉണ്ടാക്കണം. കാരണം ഇതൊന്നും അവർ കഴിക്കൂല, അവൾ പൊതുവേ ഇതൊന്നും കഴിക്കൂല, നമ്മൾ വാരി കൊടുക്കണം. സ്കൂളും കൂടെ ആകുമ്പോൾ പിന്നെ പറയും വേണ്ട. നന്നായിട്ട് കരഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നന്നായിട്ട് കരയുണ്ടായിരുന്നു. ബാക്കി കുട്ടികളൊക്കെ നല്ല സൈലൻ്റായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവർ പറഞ്ഞു അവരൊക്കെ അംഗനവാടിയിലൊക്കെ പോകുന്ന കുട്ടികളായിരുന്നു, പിന്നെ പ്രീ സ്കൂളിലൊക്കെ പോയിട്ടുള്ള കുട്ടികളാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഭയങ്കര സൈലൻ്റായിട്ട് ഇരിക്കുമ്പോൾ റൂയി മാത്രം ഇരുന്ന് നന്നായിട്ട് കരയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കൂടുതൽ പേരും നല്ല കൂളായിട്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ കുട്ടികളൊന്നും കരയൂലെന്ന് തോന്നുന്നു. അങ്ങനെ പിന്നെ എല്ലാവരും കൂടി മക്കളെ സ്കൂളിലേക്ക് ആക്കാൻ പോവാണ്. കാരണം പ്രിൻസിപ്പളൊക്കെ കണ്ടിട്ട് വേണം അവരെ ആക്കാൻ വേണ്ടിയിട്ട്. യൂണിഫോമൊക്കെ ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനിയിപ്പം ആ ഒരു ദിവസത്തെ ക്ലാസ് കളയണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ അന്ന് തന്നെ നമ്മൾ പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈദ് വെക്കേഷൻ വരുമല്ലേ, അപ്പോൾ അതുകൊണ്ട് പിന്നെ ക്ലാസ് മിസ്സാക്കണ്ടെന്ന് വിചാരിച്ചു. ശരിക്കും ഓരോ തവണ സ്കൂളിലേക്ക് പോകുമ്പോഴും റൂഹിമോൾക്കാണ് ആകെ ടെൻഷൻ കേട്ടോ. സ്കൂളിലെത്താൻ നേരത്ത് ഭയങ്കര ടെൻഷനായിരുന്നു. പറഞ്ഞ പോലെ തന്നെ അവൾ സ്കൂളിലെത്തിയിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. ഈ ഇതിലല്ല, അവളുടെ സ്കൂളിലേക്ക് പോകുന്ന ദിവസത്ത് ഭയങ്കര കരച്ചിലായിരുന്നു. അങ്ങനെ മക്കളുടെ ഫസ്റ്റ് ഡേ ടു സ്കൂളാണിത്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാനൊരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു, അതാണ് തംബ്നെയിലായിട്ട് കൊടുത്തിട്ടുള്ളത്. ചിരിക്കണ്ട.
അങ്ങനെ റീനും റോസൊക്കെ ഫസ്റ്റ് ഡേ അവരുടെ ക്ലാസ്സിലേക്ക് പോയി. പിന്നെ അവർക്ക് ബുക്സും യൂണിഫോമൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു. യൂണിഫോം എന്തായാലും സമയം എടുക്കുമെന്ന് പറഞ്ഞു. പിന്നെ ഈദ് വെക്കേഷൻ വരുന്നതുകൊണ്ട് തന്നെ സുഖമായി കേട്ടോ. അപ്പോൾ അത്രയും ദിവസം പിന്നെ പ്രശ്നമില്ലല്ലോ. പിന്നെ വീട്ടിലെത്തിയിട്ട് ഞാൻ മീൻ കറി ഉണ്ടാക്കിയിട്ടോ. കാരണം ഇക്ക കുറേ ദിവസമായി പറയുന്നുണ്ട് എൻ്റെ മീൻ കറി വേണമെന്നൊക്കെ. അപ്പോൾ മീൻ ഓൾറെഡി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. മാന്തളതും കുഞ്ഞ് മാന്തളം കേട്ടോ. വലിയതാണെങ്കിൽ എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ അത്യാവശ്യം പാടുപെട്ടു അതൊന്ന് മുറിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഉള്ളതൊക്കെ ഇനിയുള്ളതൊക്കെ ഞാൻ ഓരോ ദിവസങ്ങൾ കുഞ്ഞു കുഞ്ഞ് വീഡിയോസ് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇക്കാൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ ചക്ക ഉണ്ടായിരുന്നു. അപ്പോൾ ചക്ക ഒരു പകുതി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ടേക്ക്. പിന്നെ കഴിക്കാനുള്ള നേരം വേണ്ട. ഇതിങ്ങനെ ഓരോ ഇതിനും ആവശ്യത്തിനായിട്ട് പുറത്തു പോവാണ്. അപ്പോൾ ഞാനൊന്ന് ആസ്വദിച്ചിരുന്ന് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ ഇവിടെ ഈ സമയത്ത് എന്താ പറയുക, നല്ല ടേസ്റ്റുള്ള ചക്ക ഉണ്ടാവാറുണ്ട്. ഈ സമയത്ത് തന്നെയാണല്ലോ ചക്ക ഉണ്ടാവല്ലേ. ഓക്കെ. പിന്നെ ഗസ്റ്റുകളുണ്ടായിരുന്നു. ഇത് വേറെ ദിവസം എടുത്തിട്ടില്ല കേട്ടോ. അതായത് ഈ ഒരു ദിവസം എനിക്ക് നോമ്പുണ്ടായിരുന്നു. എനിക്കും ഇക്കാക്കും റീനൊക്കെ നോമ്പുണ്ടായിരുന്നു. ഈദിന് തൊട്ട് മുമ്പുള്ള നോമ്പുണ്ടല്ലോ, നോമ്പുണ്ടായിരുന്നു. അപ്പോൾ ഇത് ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഉപ്പാൻ്റെ അമ്മായിയാണ്. അപ്പോൾ അവർ വന്നു. ചെറിയൊരു ക്ലിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പിന്നെ വൈകുന്നേരം എൻ്റെ ഉപ്പയും ഉമ്മയും കൂടി വന്നിട്ടുണ്ടായിരുന്നു. അവർ ഫുഡ് ഉണ്ടാക്കിയിട്ടാണ് കൊണ്ടുവരുന്നത്. പത്തിരിയും കോഴിക്കറിയും ഉമ്മ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ചെമ്മീനുണ്ടായിരുന്നു, അതുപോലെ ഞണ്ട്. അത് രണ്ടും ഞാനുണ്ടാക്കി. ഇക്കാക്ക് കുറേ ദിവസം ഇങ്ങനെ പറഞ്ഞ ഞണ്ട് വേണമെന്ന്. അപ്പം ഞണ്ടൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ഉണ്ടാക്കാനുള്ള മടിക്ക് ഇങ്ങനെ വെച്ചിരിക്കുന്നു. പിന്നെ ഇവരെല്ലാവരും വന്നപ്പോൾ പിന്നെ അങ്ങനെ ഉണ്ടാക്കി. അപ്പോൾ ഇതാ ഉമ്മ പിന്നെ അവിടുന്ന് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നതും പോരെ ഇവിടെ വന്നിട്ട് വീണ്ടും കിച്ചണിൽ തന്നെയാണ്. ഇക്കാക്ക് ദോശ വേണമെന്നാണ് ഇപ്പോൾ കുറച്ച് ദോശ ഉണ്ടാക്കിയിട്ടാണ്. അങ്ങനെ പിന്നെ നോമ്പ് തുറക്കുന്ന സമയമായിരുന്നു. നോമ്പ് ഫ്രൂട്ട്സും ഇതൊക്കെ വെച്ചിട്ട് നോമ്പ് തുറന്നു. അതിന് ശേഷം പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ മെയിൻ ഫുഡ് കഴിക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്കൊരു തമാശ ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഉപ്പാക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു സാധനം ഇല്ലയെന്ന് കണ്ട് അപ്പം പോയി വാങ്ങിക്കണം ഭയങ്കര ഒരു പതിവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ പറയുക, നോമ്പൊക്കെ തുറന്ന് കുറച്ച് കഴിഞ്ഞപ്പം ഉപ്പാനെ കാണാനില്ല. അപ്പം ഞങ്ങൾ ചായയൊക്കെ റെഡിയാക്കി നിൽക്കുകയായിരുന്നു. ഉപ്പനെ കാണില്ല. അപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ട് മൂപ്പര് വരുന്നത്. അതായത് ദോശ ഉണ്ടാക്കുന്ന സമയത്ത് ചട്ടകം ഇല്ല. അപ്പം ഞാൻ സാധാ ഒരു ഇതെടുത്തിട്ട് സ്റ്റീലിൻ്റെ ഒരു സ്പൂൺ എടുത്തിട്ട് അത് വെച്ചിട്ട് എടുത്തു ദോശ. അത് മതി എന്ന് പറഞ്ഞു. ഉപ്പൊക്കെ ചട്ടകം ഇല്ലായിട്ട് കുറേ എന്നെ ചീത്തയും പറഞ്ഞു. കാരണം ദോശ ഉണ്ടാക്കുമ്പോൾ ആദ്യം അതെല്ലാം നോക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച് ഉപ്പനെ കാണില്ല. അപ്പം വിളിച്ചു നോക്കി പറഞ്ഞു ചട്ടകം വാങ്ങിക്കാൻ പോയതാണ്. അവിടെ അടുത്ത് നെസ്റ്റ് ഉണ്ടല്ലോ, അപ്പോൾ അവിടെ പോയിട്ട് ചട്ടകം വാങ്ങിച്ച് കൊണ്ടുവരുന്നത് ഉപ്പനെ ഇവിടെ കാണാത്തത്. ഇതിൽ നിന്നൊരു കാര്യം എനിക്ക് മനസ്സിലായത് എന്താ അറിയോ, നമ്മൾ നാട്ടിലുള്ളവർക്ക് എന്തെങ്കിലും ഒരു സാധനം ഇല്ലെങ്കിൽ അത് വേഗം കിട്ടാനുള്ളൊരു പോസിബിലിറ്റി ഉള്ളതുകൊണ്ട് അവരത് വാങ്ങിച്ചില്ലാണ്ട് അവർക്ക് പറ്റില്ല. പക്ഷെ നമ്മൾ ഗൾഫ് കൺട്രീസിലൊക്കെ നിൽക്കുന്നവർക്ക് ഒരു സാധനം ഇല്ലെങ്കിൽ അതിന് വേറൊരു ഓപ്ഷൻ നമ്മൾ കണ്ടെത്തും അല്ലേ. ഞാനൊക്കെ അങ്ങനെയാണ്. ഒരു സാധനം ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ അത് ചട്ടകം വാങ്ങിക്കാൻ പോയ ആൾ എത്തിയിട്ടുണ്ട്. ചട്ടം കിട്ടിയപ്പോഴാണ് ആൾക്ക് സമാധാനമായത്. അപ്പോഴേക്കും ഞാൻ ദോശയൊക്കെ എന്തൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ദോശയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ചട്ടകം വേണമെന്നൊന്നും ഇല്ലായിരുന്നു, പക്ഷെ എന്നാലും കൊണ്ടുവന്നല്ലേ. പിന്നെ അത് യൂസ്ഫുള്ളായി. അത് യൂസ്ഫുള്ളാണ്. പക്ഷെ എന്നാലും നമ്മൾ ഒന്നില്ലെങ്കിൽ ഒന്ന് വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. അതാണ് നമ്മൾ ഗൾഫിലുള്ളവരുടെ ഒരു മഹത്വം അല്ലേ. പിന്നെ നമ്മൾ ഫ്ലാറ്റിലേക്ക് മാറിയ ശേഷം പിന്നെ കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഇത് ഇക്കാൻ്റെ എളാപ്പൻ്റെ മോനും വൈഫും മക്കളും ഒക്കെ കേട്ടോ. അപ്പോൾ അവർ പെരുന്നാളായിട്ട് ഷോപ്പിങ്ങിനായിട്ട് വന്നതായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ ഫ്ലാറ്റ് ഇവിടെ അടുത്തല്ലേ, അപ്പോൾ അങ്ങനെ കണ്ടിട്ട് പോകാൻ വിചാരിച്ചിട്ട് ഇപ്പോൾ കുറേ ആൾക്കാർ എല്ലാവരും ഒട്ടുമിക്ക ആൾക്കാരും ഫ്ലാറ്റ് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പം കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടതൊക്കെ. ഇപ്പോൾ പെരുന്നാൾ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായില്ല. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് പെരുന്നാൾ വിശേഷങ്ങളൊക്കെ അടുത്ത വ്ളോഗിൽ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിലെ വിശേഷങ്ങൾ. ഇഷ്ടമായെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ. താങ്ക് യു.